ഹലോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ബിസിനസ് പോർട്ട്ഫോളിയോ അനാലിസിസ്. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും UGC നെറ്റ് മാനേജ്മെൻറ്റിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ഇയറിലും ഒരു ക്വസ്റ്റ്യൻ പോലും അവർ സ്കിപ്പ് ചെയ്തിട്ടില്ല. സംടൈംസ് ദേ ആർ ആസ്കിങ് അബൌട്ട് BCG മെട്രിക്സ്, അല്ലെങ്കിൽ 9 സെൽ മെട്രിക്സ്, അല്ലെങ്കിൽ എൻസ് ഓഫ് മെട്രിക്സ്. ഇതിലേതെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അവർ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ശരിക്കും പഠിക്കുകയാണെങ്കിൽ യു ക്യാൻ സ്കോർ വെൽ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു 2 lakh എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ ഒരൊറ്റ സ്റ്റോക്കിൽ തന്നെയാണോ ഇൻവെസ്റ്റ് ചെയ്യുക, അതോ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും? അല്ലേ, ഓഫ്കോഴ്സ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഒരു പോർട്ട്ഫോളിയോ തന്നെ, ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. കാരണം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിവിഡൻസ് ഒക്കെ അതിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, അതിൽ നിന്നൊരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എല്ലാ കമ്പനികൾക്കും, ഓൾമോസ്റ്റ് എല്ലാ കമ്പനികൾക്കും ഒരു പ്രോഡക്റ്റ് മാത്രമല്ല ഉണ്ടായിരിക്കും. അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ലൈനുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സർവീസസ് ഉണ്ടാവും. അപ്പോൾ അവർ ഒരു പ്രോഡക്റ്റിൽ തന്നെ കൂടുതൽ അവരുടെ ഫണ്ടോ അവരുടെ റിസർച്ചോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സർവീസസിലും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ് യൂണിറ്റുകളിലും അവർ മേ ബി ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, it's a strategic management tool that evaluates a company's set of businesses, products or strategic business units. അപ്പോൾ ബിസിനസ് പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ടൂളാണ്. അതായത് ഏതൊക്കെ പ്രോഡക്റ്റുകളിലാണ് എവിടെയാണ് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റാണ് നമ്മൾ കൂടുതൽ ഹോൾഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങും പ്രൊഡക്ഷനുമാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ഏത് പോയിന്റിലെത്തുമ്പോഴാണ് നമ്മളതിന് അത് എക്സിറ്റ് ആവേണ്ടതെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾക്കൊരു കംപ്ലീറ്റ് ഐഡിയ ലഭിക്കുന്നത് ഈ ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ അനാലിസിസ് വഴിയാണ്. അപ്പോൾ നമ്മൾ ഈ ബിസിനസ് പോർട്ട്ഫോളിയോ അനാലിസിസിന് വേണ്ടിയിട്ട് മേജറായിട്ട് നമ്മൾ 3 ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ 3 ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒന്ന് BCG ഗ്രോത്ത് ഷെയർ മെട്രിക്സ്, രണ്ടാമത്തേത് GE അതായത് ജനറൽ ഇലക്ട്രിക് മെക്കിൻസി 9 സെൽ മെട്രിക്സ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് ആൻസ് ഓഫ് മെട്രിക്സ്. അപ്പോൾ ഇതിൽ ഏതാണ്, അതായത് നമ്മളുടെ കമ്പനിയിൽ ഇതിൽ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു നമ്മളുടെ പെർസ്പെക്റ്റീവ്, കമ്പനീൻ്റെ പെർസ്പെക്റ്റീവ് അനുസരിച്ചും കമ്പനീൻ്റെ ഒരു നെസസിറ്റി അനുസരിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ പെട്ടെന്നായിട്ടുള്ള ഡെസിഷൻസ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ BCG മെട്രിക്സ് യൂസ് ചെയ്യും. കാരണം അതിൽ നമ്മൾ മാർക്കറ്റിൻ്റെ ഷെയറും അതേപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഗ്രോത്തും നമ്മൾ X ആക്സിസിലും Y ആക്സിസിലും എടുക്കുന്നത്. അതുപോലെ ഇതിനെ നമ്മൾ കംപ്ലീറ്റ് നമ്മളുടെ ബിസിനസ് യൂണിറ്റുകളെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ കമ്പനീൻ്റെ ആ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു ബിസിനസ് യൂണിറ്റോ ബിസിനസ് യൂണിറ്റുകൾ തമ്മിൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ കോമ്പറ്റീഷൻ, ഇങ്ങനെ മൾട്ടിപ്പിൾ ലെവലിൽ നമ്മൾക്ക് അനാലിസിസ് നടത്താനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 9 സെൽ മെട്രിക്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ കമ്പനി, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കമ്പനി ഡെവലപ്പ് ചെയ്തു, നമ്മൾ ഓൾറെഡി മാർക്കറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, പ്രോഡക്റ്റ് നമ്മൾ പെനട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി മാർക്കറ്റ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം, പ്രോഡക്റ്റ് ഡൈവേഴ്സിഫൈ ചെയ്യണം. അതുവഴി നമ്മളുടെ കമ്പനീൻ്റെ ഫ്യൂച്ചർ ഡിറക്ഷനിലോട്ടാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ആൻസ് ഓഫ് മെട്രിക്സ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഇങ്ങനെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഫസ്റ്റത്തെ ടൂള് BCG മെട്രിക്സിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. ഇപ്പോൾ BCG മെട്രിക്സ് അല്ലെങ്കിൽ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ബിസിനസ് പോർട്ട്ഫോളിയോനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ഹെൽപ്പ് ഓഫ് 2 ആട്രിബ്യൂട്ട്സ്. അതായത് ഒന്ന് മാർക്കറ്റിൻ്റെ ഗ്രോത്ത് റേറ്റും അതേപോലെ തന്നെ റിലേറ്റീവ് മാർക്കറ്റ് ഷെയറിൻ്റെ ബേസിസിലുമാണ്. ഇത് മാർക്കറ്റ് ഗ്രോത്ത് കൂടുതലാണ്, ഹൈ ആവുന്നതിനനുസരിച്ചിട്ട്, അതേപോലെ മാർക്കറ്റ് ഗ്രോത്ത് ലോ ആവുന്നതിനനുസരിച്ചിട്ട്, അതേപോലെ തന്നെ നമ്മളുടെ മാർക്കറ്റ് ഷെയർ ഹൈ ആണോ മാർക്കറ്റ് ഷെയർ ലോ ആണോ ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ക്വാഡ്രൻ്റുകളാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു ക്വാഡ്രൻ്റിൽ സ്റ്റാർ ഉണ്ട്, വേറൊരു ക്വാഡ്രൻ്റിൽ കവ് ഉണ്ട്, അതുപോലെ തന്നെ വേറൊരു ക്വാഡ്രൻ്റിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, ആൻഡ് ദ ഫൈനൽ വൺ ഇസ് ഡോഗ്. അപ്പോൾ നമുക്ക് ഈ ഓരോ ക്വാഡ്രൻറ്റും ഇതിൻ്റെ മീനിങ് എന്താണ്, ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആപ്പിളിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വാഡ്രൻറ്റ് സ്റ്റാർ,
എനിക്കറിയാലോ. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളുടെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ഹൈ ഗ്രോത്ത് ആൻഡ് ഹൈ മാർക്കറ്റ് ഷെയർ ആണ് സ്റ്റാറിൻ്റെ മീനിങ്. അപ്പോൾ സ്റ്റാർസ് ആർ ദ പ്രോഡക്റ്റ് ദാറ്റ് ഹാവ് ഹൈ ഡിമാൻഡ് ആൻഡ് ഗ്രോയിങ് ഫാസ്റ്റ് ആൻഡ് ദേ നീഡ് ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ബട്ട് ഓൾസോ ബ്രിങ് ഹൈ റിട്ടേൺസ്. നിങ്ങൾക്കറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ ഐഫോൺ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഐഫോണിന് മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡാണ്. അതുപോലെ തന്നെ അവർ ഓരോ പ്രാവശ്യവും എന്താണ് ഇതിൻ്റെ പുതിയ പുതിയ മോഡൽസും പുതിയ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഹൈലി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അതുപോലെ തന്നെ ഇവർക്ക് നല്ല ഹൈ റിട്ടേൺസും ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആപ്പിളിൻ്റെ ഐഫോൺ കാരണം മറ്റ് സ്മാർട്ട് ഫോൺ കമ്പനീസായിട്ട് ഇവർക്ക് നല്ല കോമ്പറ്റീറ്റീവാണ്, ഇവർ ഫാസ്റ്റ് ഗ്രോയിങ്ങുമാണ്. അതുപോലെ തന്നെ ഐഫോൺ പലർക്കും ഒരു പ്രസ്റ്റീജ്, ഒരു സ്റ്റാറ്റസ് സിമ്പിളും കൂടെയാണ്. ഇതിൻ്റെ ഒരു ഹ്യൂജ് ഗ്ലോബൽ ഡിമാൻഡുമാണ്. മറ്റ് പ്രോഡക്റ്റുകളുടെ മാർക്കറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ആപ്പിളാണ് കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആപ്പിളിൻ്റെ ഐഫോൺ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറാണ്, സ്റ്റാർ പ്രോഡക്റ്റാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തത് ക്യാഷ് കൗ. ഈ ക്യാഷ് കൗ എന്ന് പറഞ്ഞാൽ ലോ ഗ്രോത്ത്, അതേപോലെ തന്നെ ഹൈ മാർക്കറ്റ് ഷെയർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ക്യാഷ് കൗസ് ആർ നോട്ട് ഇൻ ഫാസ്റ്റ് ഗ്രോയിങ് മാർക്കറ്റ് ബട്ട് ദേ ജനറേറ്റ് സ്റ്റഡി പ്രോഫിറ്റ്. അതേപോലെ തന്നെ ദേ ഫണ്ട് കമ്പനീസ് അതർ റിസ്കി വെഞ്ചേഴ്സ്. അപ്പോൾ ഇത് എന്താ വെച്ചാൽ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ മാക് ബുക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യുക. നിങ്ങൾക്കറിയാമല്ലോ, ആപ്പിളിൻ്റെ മാക് ബുക്ക്, അതായത് ഇവർക്ക് മാർക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് മാർക്കറ്റ് ഉണ്ട്. പക്ഷേ ഇവർക്കൊരു ഗ്രോത്ത്, ഒരു സഡൻ ക്യുക്കായിട്ടുള്ളൊരു ഗ്രോത്ത് ഇവർക്ക് സംഭവിക്കുന്നില്ല. കാരണം ലാപ്ടോപ്പിന് ആപ്പിളിനേക്കാളും നല്ല ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകൾ മറ്റ് കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ലെനോവോ ഉണ്ട്, ഡെൽ ഉണ്ട്, HP ഉണ്ട്, സ്യൂസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കമ്പനീസ് ഈ മാക്ബുക്കിനായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതൊരു ക്യാഷ് കൗ ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ മാക്ബുക്കിന് അവരുടേതായ ലോയലായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അവരെന്താണ് കൺസിസ്റ്റൻ്റായിട്ട് ഈ കമ്പനിക്ക് റവന്യൂ കൊടുക്കുന്നുണ്ട്. അപ്പം ഉദ്ദേശം എന്താ വെച്ചാൽ ലാപ്ടോപ്പ് മാർക്കറ്റ് സ്റ്റേബിളാണ്, ഇവരുടെ മാർക്കറ്റ് സ്റ്റേബിളാണ്. ഇവരുടെ ലാപ്ടോപ്പ് പലർക്കും ആവശ്യമുണ്ട്. ഇവരുടെ നല്ല ലോയലായിട്ടുള്ള കസ്റ്റമേഴ്സ് എന്തായാലും ഈ പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ട്, അവർക്ക് റവന്യൂ കിട്ടുന്നുണ്ട്. പക്ഷേ മറ്റ് കമ്പനീസായിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അതാണ് ക്യാഷ് കൗവിൻ്റെ ഒരു മീനിങ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വാഡ്രൻ്റാണ് ക്വസ്റ്റ്യൻ മാർക്സ്. ഈ ക്വസ്റ്റ്യൻ മാർക്സ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ഗ്രോത്തുമാണ്, പക്ഷേ മാർക്കറ്റ് ഷെയർ വളരെ ലോ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ മാർക്സ് എക്സിസ്റ്റ് ഇൻ ഗ്രോയിങ് മാർക്കറ്റ്സ് ബട്ട് ദ പ്രോഡക്റ്റ് ഹാസ് ലോ മാർക്കറ്റ് ഷെയർ. കമ്പനി ഹാസ് ടു ഡിസൈഡ് വെദർ ടു ഇൻവെസ്റ്റ് മോർ ഓർ ഡൈവെസ്റ്റ്. അതായത് ആപ്പിളിൻ്റെ ഐപാഡ് നോക്കാം. അപ്പോൾ ആപ്പിളിൻ്റെ ഐപാഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ടാബ്ലറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അൺസർട്ടൈൻ ആണ്, ഇവർക്കൊരു ഉറപ്പില്ലാത്തതാണ്. കാരണം ചില ഏരിയാസിലൊക്കെ ഇവരുടെ ഡിമാൻഡ് വളരെ ഡീക്രീസ് അവിടെ കുറയുന്നുണ്ട്. കാരണം ഐപാഡ് നമ്മളുടെ എഡ്യൂക്കേഷൻ, അതേപോലെ ഡിസൈനിങ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഐപാഡ് സ്ട്രോങ് ആണ്. പക്ഷേ ഇതിൻ്റെ ഐപാഡിൻ്റെ ഒരു ഓവറോൾ ഷെയർ എന്ന് പറയുന്നത് ഐഫോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഐപാഡ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതെ അവർക്ക് എന്ത് ചെയ്യാം, ഇത് ഡൈവേസ്റ്റ് ചെയ്യാം, ഇവർക്ക് കൂടുതൽ റീതിങ്ക് ചെയ്യാം. അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നാലാമത്തെ ക്വാഡ്രൻ്റാണ് ഡോഗ്. അപ്പോൾ ഈ ഡോഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോ ഗ്രോത്തുമാണ്, ലോ മാർക്കറ്റ് ഷെയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഐപോഡാണ്. അതായത് ഡോഗ്സ് ആർ പ്രോഡക്ട്സ് വിത്ത് ലോ മാർക്കറ്റ് ഗ്രോത്ത് ആൻഡ് ലോ ഷെയർ. ദേ നീദർ ജനറേറ്റ് ബിഗ് പ്രോഫിറ്റ് നോർ ഹാവ് ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ. ഈ ആപ്പിളിൻ്റെ ഐപോഡ് എന്ന് പറഞ്ഞാൽ വൺസ് ഒരു ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരുന്നു. പക്ഷേ സ്മാർട്ട് ഫോൺസ് വന്നതിന് ശേഷം ഇവർ ഓട്ടോമാറ്റിക്കലി റീപ്ലേസ് ആവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഒഫീഷ്യലി ഐപോഡ് 2022 ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐപോഡ് എന്ന് പറയുന്നത് ഒരു ഡോഗ് എന്നുള്ളൊരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റും.
ഇനി നമ്മളുടെ രണ്ടാമത്തെ ടൂള് നമുക്ക് നോക്കാം, GE മെക്കിൻസി 9 സെൽ മെട്രിക്സ്. അപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മളുടെ MNCs അധിക കമ്പനീസ് എന്ന് പറയുന്നത് അവർക്ക് മൾട്ടിപ്പിൾ പ്രോഡക്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബിസിനസ് യൂണിറ്റുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയുമ്പോൾ ചില കമ്പനീസ് അവർ US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ബ്രാഞ്ച് ഇന്ത്യയിൽ റൺ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ജർമ്മനിയിൽ റൺ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ UAE റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ കമ്പനീസിന് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും, ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഡിഫിക്കൽട്ടി ആയിരിക്കും. കാരണം എവിടെ ഏത് യൂണിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആവും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു മെട്രിക്സ് ആണ് യൂസ് ചെയ്യുക. സോ ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി ടൂൾ ദാറ്റ് ഓഫേഴ്സ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു പ്രയോറിറ്റൈസ് ഓർഗനൈസേഷൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് അമംഗ് ഇറ്റ്സ് ബിസിനസ് യൂണിറ്റ്സ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കാം. ഇതിൽ എക്സ് ആക്സിസിൽ നമ്മൾ ബിസിനസ് യൂണിറ്റിൻ്റെ സ്ട്രെങ്ത്തും അതേപോലെ തന്നെ വൈ ആക്സിസിൽ ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു 9 സെല്ല് ഗ്രിഡ് ഫോർമാറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഒരു 3x3 മെട്രിക്സ് ആണ്. അത് ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ്സിനെ നമ്മൾ ഹൈ, മീഡിയം, ലോ എന്ന് വെച്ചിട്ട് സെഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബിസിനസ് യൂണിറ്റിൻ്റെ സ്ട്രെങ്ത്ത് ഹൈ ആണെങ്കിൽ എങ്ങനെ ആയിരിക്കണം, മീഡിയം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ നമ്മളിതിനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുക, ഇതിൽ ലെഫ്റ്റ് കോർണറിൽ ഗ്രീൻ കളറിലുള്ളത് ടോപ്പിലുള്ളത് ഇൻവെസ്റ്റ് ഓർ ഗ്രോ എന്നാണ്. അതായത് നമ്മളുടെ ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ് ഹൈ ആണ്, അതേപോലെ നമ്മളുടെ ബിസിനസ് യൂണിറ്റിൻ്റെ സ്ട്രെങ്ത്തും ഹൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൂടുതൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ് യൂണിറ്റിന് ഓട്ടോമാറ്റിക്കലി ഗ്രോത്ത് സംഭവിക്കും. അതേപോലെ ആ ഡയഗണലായിട്ടുള്ള ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഹോൾഡ് ഓർ സെലക്റ്റീവ്. അതായത് നമ്മളൊന്ന് തിങ്ക് ചെയ്യുക, സെലക്റ്റീവായിട്ടൊരു ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണോ പ്രൊഡക്ഷൻ ഉള്ളത് അത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഇനി അതേപോലെ റൈറ്റ് സൈഡിൽ ബോട്ടം ലെവലാണെങ്കിൽ ആ 3 സെല്ലിൽ റെഡ് കളറാണ്, അത് ഡൈവസ്റ്റ് ഓർ ഹാർവെസ്റ്റ് എന്നാണ്. ഒന്നുകിൽ നമ്മൾ ആ ബിസിനസ് യൂണിറ്റിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മളുടെ മറ്റ് ഏരിയകളിൽ ഫോക്കസ് ചെയ്യുക, മറ്റ് ബിസിനസ് യൂണിറ്റുകൾ പ്രോഡക്റ്റുകളിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതിൽ ഓരോ യൂണിറ്റ് ഓരോ ആട്രിബ്യൂട്ട്സും എക്സിലും വൈയിലും ഉള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ വൈ ആക്സിസിൽ ഇൻഡസ്ട്രി, ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് വൈ ആക്സിസിൽ ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ് ആണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ് ഇൻഡിക്കേറ്റ്സ് ഹൗ ഹാർഡ് ഓർ ഈസി ഇറ്റ് വിൽ ബി ഫോർ എ കമ്പനി ടു കോമ്പീറ്റ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് ഏൺ പ്രോഫിറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ഓട്ടോമൊബൈൽ കമ്പനി എന്നൊക്കെയുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഡീലർ, ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പോൾ എത്രത്തോളം ഈ കമ്പനി അട്രാക്റ്റീവാണ്, എത്രത്തോളം നമുക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, ഇതാണ് നമ്മൾ ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അതേപോലെ ദ മോർ പ്രോഫിറ്റബിൾ ദ ഇൻഡസ്ട്രി ഈസ് ദ മോർ അട്രാക്റ്റീവ് ഇറ്റ് ബിക്കംസ്. എപ്പോഴാണ് ഇൻഡസ്ട്രി അട്രാക്റ്റീവ് ആവുകയെന്ന് ചോദിച്ചാൽ എപ്പോഴാണ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ ഇൻഡസ്ട്രി എന്താണ്, അട്രാക്റ്റീവാണ്. അതേപോലെ അനലിസ്റ്റ് കീപ്പ് ഓൺ റിസർച്ചിങ് ഹൗ അട്രാക്റ്റീവ് ഇൻ എ ഇൻഡസ്ട്രി ഈസ് ബേസ്ഡ് ഓൺ വേരിയസ് കോമ്പണൻസ്. പ്രോഫിറ്റ് ഇത് അട്രാക്റ്റീവ് ആണെന്നുള്ളത് വേറെയും കുറേ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ് ആക്സിസിലാണെങ്കിൽ നമ്മൾ ബിസിനസ് യൂണിറ്റിൻ്റെ സ്ട്രെങ്ത്താണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളുടെ ബിസിനസ് എന്തുമാത്രം സ്ട്രോങ് ആണ്, അതായത് കോമ്പറ്റേറ്റേഴ്സ് നമ്മളുടെ ഈ ഇൻഡസ്ട്രിയിൽ വേറെ കുറേ കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കോമ്പറ്റേറ്റേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾക്ക് യുണീക്കായിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ടാവും. അതുണ്ടോ എന്നുള്ള കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ മൈക്രോ പ്രോസസ്സറൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇൻഡൽ എന്നുള്ള കമ്പനി, ഇൻഡലും അതുപോലെ വേറെ 1-2 കമ്പനീസ് മാത്രമേ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുള്ളൂ. അവരൊരു ബിഗ്ഗസ്റ്റ് മൊണോപ്പൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം നമ്മളുടെ ബിസിനസ് യൂണിറ്റ് സ്ട്രോങ് ആണ് എന്നുള്ള കാര്യം ആണ് എക്സ് ആക്സിസിലുള്ള ആട്രിബ്യൂട്ടിൻ്റെ മീനിങ്. അതേപോലെ തന്നെ ഇപ്പോൾ അതേപോലെ ഹൗ സസ്റ്റൈനബിൾ ഈസ് ദിസ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഇപ്പോൾ നമ്മളുടെ ബിസിനസ് യൂണിറ്റിൽ നമ്മളൊരു പർട്ടിക്കുലർ ഒരു മെഷീനറി യൂസ് ചെയ്യേണ്ടത് വിചാരിക്കാം. അപ്പോൾ ആ മെഷീന് നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു മെഷീനറി, ഒരു ടെക്നോളജി എന്ന കാര്യങ്ങളുണ്ട് വിചാരിക്കുക, നമുക്ക് ഭയങ്കര ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തരുന്നതാണ്. പക്ഷേ ഇതേ ടെക്നോളജി, ഇതേ മെഷീനറി വേറൊരു ആ ഇൻഡസ്ട്രിയിൽ വേറൊരു കമ്പനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇല്ലല്ലോ, അത് നമുക്ക് പെട്ടെന്ന് ലോസായി പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ബിസിനസ് യൂണിറ്റ് എത്രത്തോളം കോമ്പറ്റേറ്റീവ് ആണ്, എത്രത്തോളം സ്ട്രോങ് ആണ്,
ടെക്നോളജി ആവാം, മെഷീനറി ആവാം, ലോജിസ്റ്റിക്സ് ആവാം. ഇങ്ങനെ മൾട്ടി ഫാസറ്റഡ് ആയിട്ട് നമുക്ക് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതേപോലെ ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻഡസ്ട്രീൻ്റെ സൈസ്, നമ്മളുടെ ഇൻഡസ്ട്രീൻ്റെ സൈസ് അത് എന്ന് വെച്ചാൽ ഇപ്പോൾ 100%, 40% എത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇൻഡസ്ട്രീൻ്റെ പ്രോഫിറ്റബിലിറ്റി നമ്മൾ പോർട്ടേഴ്സിൻ്റെ 5 ഫോഴ്സ് അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതേപോലെ ഇൻഡസ്ട്രീൻ്റെ സ്ട്രക്ചർ കൺസോളിഡേറ്റഡ് ആണോ, ഫ്രാഗ്മെൻറ്റഡ് ആണോ, അങ്ങനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ പ്രോഡക്റ്റ്, നമ്മളൊരു പ്രോഡക്റ്റാണോ ഒരു ബിസിനസ് യൂണിറ്റാണോ, അത് നമ്മളുടെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ സ്റ്റേജ് ഉണ്ടല്ലോ. നമ്മൾ ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യും, പിന്നെ അതിന് സ്ലോലി ഗ്രോത്ത് ഉണ്ടാവും, പിന്നെ അത് മെച്യൂർ സ്റ്റേജിലെത്തും, പിന്നെ അത് ഡിക്ലൈൻ സ്റ്റേജിലെത്തും. ഏത് സ്റ്റേജിലാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ഒക്കെ ഡിമാൻഡ് ഫ്ലക്ച്വേഷൻസ്, അതേപോലെ തന്നെ നമ്മളുടെ മാക്രോ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് ലൈക്ക് പൊളിറ്റിക്കൽ, എൻവയോൺമെൻറ്റൽ, സോഷ്യൽ ആൻഡ് ടെക്നിക്കൽ, ലീഗലായിട്ടുള്ള ആസ്പെക്റ്റുകളും കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് ഒരു ഇൻഡസ്ട്രീൻ്റെ അട്രാക്റ്റീവ്നെസ്സിന് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ബിസിനസ് യൂണിറ്റിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറയാൻ നമുക്ക് എത്രത്തോളം മാർക്കറ്റ് ഷെയർ ഗ്രോത്ത് ഉണ്ട്, നമ്മളുടെ റൈവൽസിനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ നമ്മളുടെ ബ്രാൻഡിൻ്റെ സ്ട്രെങ്ത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചില പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ നൂഡിൽസ് എന്നുള്ള പ്രോഡക്റ്റ് നമ്മൾ ഇന്ത്യയിലുള്ള കമ്പനീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മാഗി എന്നുള്ള പ്രോഡക്റ്റ് ഇറ്റ്സെൽഫ് അതിൻ്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ റിനൗൺഡ് ആണ്. ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കോൾഗേറ്റ് പറഞ്ഞാൽ തന്നെ പലരും ടൂത്ത് പേസ്റ്റിന് പകരം കോൾഗേറ്റ് എന്ന് പറയും. അപ്പോൾ അത് ആ ബ്രാൻഡിൻ്റെ ഒരു സ്ട്രെങ്ത്താണ്. കൊക്കക്കോള അതൊക്കെ അവരുടെ ഒരു ഭയങ്കര ബ്രാൻഡ് സ്ട്രെങ്ത് ഭയങ്കര സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ കമ്പനീൻ്റെ പ്രോഫിറ്റബിലിറ്റി, കസ്റ്റമേഴ്സിൻ്റെ ലോയാലിറ്റി, അതേപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബിസിനസ് യൂണിറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മൾ പിക്ചറിലോട്ട് ഒന്നുകൂടെ നോക്കാം. ഒരു ബിസിനസ് യൂണിറ്റ് സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് വളരെ ലോ ആണെന്ന് വിചാരിക്കാം. ലോ ആണ്, പക്ഷേ അവിടെ ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ് ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ബിസിനസ് യൂണിറ്റിന് ഹോൾഡ് ചെയ്യുക. അതേപോലെ തന്നെ ബിസിനസ് യൂണിറ്റിൻ്റെ സ്ട്രെങ്ത്ത് വളരെ ലോ ആണ്, ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ്സും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവിടെ ബിസിനസ്സിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല, നമ്മൾ വേറെ ഏതെങ്കിലും യൂണിറ്റിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യുക. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു മാട്രിക്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ റിസോഴ്സസ് അല്ലേ ഹെൽപ്സ് ടു പ്രയോറിറ്റൈസ് ദ ലിമിറ്റഡ് റിസോഴ്സ് ഇൻ ഓർഡർ ടു അച്ചീവ് ദ ബെസ്റ്റ് റിട്ടേൺസ്. നമ്മൾ ഏതൊക്കെ റിസോഴ്സസ് ചെയ്യണം, എന്തൊക്കെ നമ്മൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഏത് ബിസിനസ് യൂണിറ്റാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക ഭയങ്കര നമ്മൾക്കിത് അനലൈസ് ചെയ്യാൻ ഇറ്റ്സ് വെരി കോസ്റ്റ്ലിയാണ്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. പിന്നെ നമ്മളുടെ ഇൻഡസ്ട്രീൻ്റെ അട്രാക്റ്റീവ്നെസ്സും നമ്മളുടെ ബിസിനസ് യൂണിൻ്റെ സ്ട്രെങ്ത്തൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ല എക്സ്പേർട്ട് ഒപ്പീനിയൻസ് വേണം, സ്ട്രാറ്റജിസ്റ്റുകൾ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആണ് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പക്ഷേ MNCs ഒക്കെ ആണെങ്കിൽ നമുക്ക് BCGനേക്കാളും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ എന്ന് പറയുന്നത് നൈൻസിൽ മാട്രിക്സ് ആണ്. നമ്മൾ മൂന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് ആൻസോഫ് മെട്രിക്സ് ആണ്. ഈ ആൻസോഫ് മെട്രിക്സ് ഇവിടെ ഇങ്ങനെ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എല്ലാ കമ്പനീസിലും ഗ്രോ ചെയ്യാനായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. കമ്പനി എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം, എങ്ങനെ കമ്പനിക്ക് ഗ്രോത്ത് കിട്ടും, ഏത് ഡിറക്ഷനിലാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്, ഇത് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻസോഫ് മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസോഫ് മെട്രിക്സിൽ നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ 4 പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ബിസിനസ് യൂണിറ്റിനെ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റുകളൊക്കെ 4 ക്വാഡ്രൻറ്റുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഒന്നുകിൽ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, ന്യൂ പ്രോഡക്റ്റ്, എക്സിസ്റ്റിംഗ് മാർക്കറ്റ്,
ന്യൂ മാർക്കറ്റ്. അപ്പം എക്സിസ്റ്റിങ് ന്യൂ എന്നുള്ള 2 പാരാമീറ്ററും പ്രോഡക്റ്റ് മാർക്കറ്റ് എന്നുള്ള 2 പാരാമീറ്ററും കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ 4 ഡിവൈഡ് ചെയ്ത് വെക്കുകയാണ്. ഒന്നാമത്തത് മാർക്കറ്റ് പെനട്രേഷൻ, 4 സ്ട്രാറ്റജീസ്. ഒന്നാമത്തെ സ്ട്രാറ്റജി മാർക്കറ്റ് പെനട്രേഷൻ, രണ്ടാമത്തത് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, മൂന്നാമത്തത് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്, നാലാമത്തത് ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോൾ മാർക്കറ്റ് പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ട്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാർക്കറ്റും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമ്പനീസ് ചെയ്യുന്നത് വെച്ചാൽ സെല്ലിങ്ങിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഫോക്കസ് ഈസ് ഓൺ സെല്ലിങ് മോർ ഓഫ് ദി സെയിം പ്രോഡക്റ്റ് ഇൻ ദി സെയിം മാർക്കറ്റ്. ഇപ്പോൾ മെക്ഡൊണാൾഡിൻ്റെ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ബിഗ് മാക്സ് ആൻഡ് ഫ്രൈസ് സെയിൽസ് ഇൻക്രീസസ് ത്രൂ പ്രൊമോഷൻ, കോംബോ ഓഫേഴ്സ് ആൻഡ് ഹെവി അഡ്വർടൈസ്മെൻറ്റ്. അതായത് നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് നമ്മളുടെ പ്രോഡക്റ്റുകൾ ഒരു ലാർജ് വോളിയത്തിൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തണം. അതാണ് ഇവിടെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് സെയിം പ്രോഡക്റ്റ് സെയിം മാർക്കറ്റിൽ കൂടുതൽ വിറ്റേക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ്, വേറെ ഒന്നുമല്ല. ഇപ്പോൾ ജിയോ സിം എനിക്കറിയാമല്ലോ അല്ലേ, ഓൾറെഡി ടെലികോം ഇൻഡസ്ട്രിയിൽ എല്ലാവരും എന്താണ് നെറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞ പാക്കേജിലുണ്ട്. പക്ഷേ അതിലും കുറവ് പാക്കേജിലാണ് നമുക്ക് റിലയൻസ് നമുക്ക് ജിയോ സിം പ്രൊവൈഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് മാർക്കറ്റിലോട്ട് പെട്ടെന്ന് പെനട്രേറ്റ് ചെയ്യാൻ പറ്റി. രണ്ടാമത്തേത് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ പ്രോഡക്റ്റും ന്യൂ പ്രോഡക്റ്റാണ്, പക്ഷേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റാണ്. അപ്പോൾ ഫോക്കസ് ഈസ് ഓൺ ക്രിയേറ്റിംഗ് ന്യൂ പ്രോഡക്ട്സ് ഫോർ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. അപ്പോൾ മെക്ഡൊണാൾഡിൻ്റെ കേസിൽ എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഡക്റ്റിൽ നമ്മൾ പുതിയ ഫ്ലേവേഴ്സ് ആഡ് ചെയ്യും. ഇപ്പോൾ മെക്ക് സ്പൈസി ബർഗർ, മെക്ക് ആലു ടിക്കി, അതേപോലെ തന്നെ സീസണൽ മെനു ഐറ്റംസൊക്കെ നമ്മൾ ആഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റും. ഇത് പുതിയ പ്രോഡക്റ്റ്സ് ലോഞ്ച് ചെയ്ത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ്, വേറെ ഒന്നുമല്ല. പിന്നെ മൂന്നാമത്തേത് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്. അതായത് എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സും ന്യൂ മാർക്കറ്റ്. അതായത് നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിനെ പുതിയ മാർക്കറ്റിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ പല റൂറൽ ഏരിയാസ് ഉണ്ട്. ഈ റൂറൽ ഏരിയാസിലൊന്നും ചില കമ്പനീസിൻ്റെ പ്രോഡക്റ്റ് എത്തിയിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മളുടെ സെയിം പ്രോഡക്റ്റ് അവിടെ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. അതേപോലെ തന്നെ നാലാമതാണ് ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ പ്രോഡക്റ്റുമാണ് ന്യൂ മാർക്കറ്റുമാണ്. ദ ഫോക്കസ് ഈസ് ഓൺ എൻട്രിങ് കംപ്ലീറ്റ്ലി ന്യൂ പ്രോഡക്ട്സ് ആൻഡ് ന്യൂ മാർക്കറ്റ്സ്. ഇപ്പോൾ മെക്ഡൊണാൾഡ്സിൻ്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെക്കഫി കോഫി ഷോപ്പ്, അതല്ലെങ്കിൽ റെഡി ടു കുക്ക് മെക്ഡൊണാൾഡിൻ്റെ സോസ് പാക്കേജ്ഡ് ഐറ്റം, ഇങ്ങനത്തെയൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ടോൾ. അപ്പോൾ നമ്മൾ ഇതുവരെ ആയിട്ട് 3 ടോളുകളാണ് ടോട്ടലായിട്ട് ഡിസ്കസ് ചെയ്തത്. PCG മെട്രിക്സ്, GE മെക്കിൻസി നൈൻസൽ മെട്രിക്സ്, മൂന്നാമത്തത് ആൻസോഫ് മെട്രിക്സ്. അപ്പോൾ ഇതിന് സാധാരണ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നത് വെച്ചാൽ ഇത് കാറ്റഗറൈസ് ചെയ്തത് എങ്ങനെ ചോദിക്കും. ഈ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്താണ് അത് മാർക്കറ്റ് ഷെയർ ലോ ആകുമ്പോൾ മാർക്കറ്റ് ഷെയർ ഹൈ ആകുമ്പം അങ്ങനെയൊക്കെയുള്ള ഹൈ ലോ ഒക്കെ ഉള്ള കാറ്റഗറീസ്, അതേപോലെ തന്നെ ഡോഗ് എന്നുള്ള ക്വാഡ്രൻ്റ്, അങ്ങനെയൊക്കെ ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ് ഈ ഒരു ഏരിയയാണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.